ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹിന്ദി പ്രസത്തിലേക്ക് സ്വാഗതം. ഹിന്ദി അധിഷ്ഠിതമായുള്ള മത്സര പരീക്ഷകൾക്ക് ഒരു കോച്ചിങ് നൽകുന്നതിനായിട്ട് തുടങ്ങിയ ചാനലാണിത്. അപ്പോൾ നമ്മളെല്ലാവരും കൊറോണ കാലമാണിത്, എല്ലാവരും ഓൺലൈൻ ക്ലാസ്സുകളിൽ മുഴുകിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ അധികവും പേരും MA ഹിന്ദിയും BA ഹിന്ദിയും BEd കഴിഞ്ഞ് അധ്യാപകരായിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും. കുറച്ച് സമയം ഓൺലൈൻ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് സമയം കൊണ്ട് ഒരു നല്ല മത്സര പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ചാനലാണിത്. അപ്പോൾ ഇത് മത്സര പരീക്ഷകൾ എന്ന് ഉദ്ദേശിച്ചാൽ കേരള PSC നടത്തുന്ന HSST, HSA, ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ എന്നിങ്ങനെയുള്ള PSC പരീക്ഷകൾക്കും, അതുകൂടാതെ സെറ്റ്, നെറ്റ്, കേട്ടറ്റിൻ്റെ തേർഡ് ആൻഡ് ഫോർത്ത് ഹിന്ദി സബ്ജക്റ്റായിട്ട് വരുന്ന തേർഡ് ആൻഡ് ഫോർത്ത് യോഗ്യതാ പരീക്ഷകൾക്കും ഇതിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ കേട്ടറ്റ് പോലുള്ള പരീക്ഷകൾ എപ്പോഴും നടക്കുന്നുണ്ട്. സെറ്റ് വർഷത്തിലൊരിക്കലും നടക്കുന്നുണ്ട്, നെറ്റ് 2 തവണ നടക്കുന്നുണ്ട് വർഷത്തിൽ. അതേപോലെ നമ്മുടെ PSC മത്സര പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹിന്ദി ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷ നോക്കുകയാണെങ്കിൽ HSST പരീക്ഷയൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ട് ഏകദേശം നമ്മൾ റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയമാണ്. അതുപോലെ കോളേജ് ലെക്ചർ പരീക്ഷ നടക്കാൻ പോകുന്നു. HSA പരീക്ഷ, HSA ഹിന്ദി ആണെങ്കിൽ നമ്മൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ വന്ന് ഏകദേശം കാലാവധി തീരാറായി. ഒരു 2-3 മാസത്തിനുള്ളിൽ എല്ലാ ജില്ലകളിലെയും കാലാവധി തീരും. പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറും ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറും ഏകദേശം അതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ എല്ലാ ജില്ലകളിലും വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആദ്യമായിട്ട് ഇപ്പോൾ നമുക്ക് ഒരു PSC പരീക്ഷ വരാൻ പോകുന്നത് HSC ഹിന്ദി ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ അടുത്ത് തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങണം. ഈ കേട്ടറ്റ് തേർഡ് കിട്ടാത്തവർ വേഗം എഴുതിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനും കൂടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ്സാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കത് തുടങ്ങാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് തുടർന്നുള്ള നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുമ്പോൾ, ഒരു എക്സാം വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾക്ക് എക്സാമിന് നമ്മൾ തയ്യാറാക്കുന്നത് വെച്ചാൽ വെറുതെ ഒരു പരീക്ഷ എഴുതുകയല്ല. ആ പരീക്ഷ എഴുതിയാൽ എനിക്ക് ആ റാങ്ക് ലിസ്റ്റിൽ കയറണം, അല്ലെങ്കിൽ എനിക്ക് ആ യോഗ്യതാ പരീക്ഷ കേട്ടിട്ട് ഞാൻ എഴുതുവാണെങ്കിൽ എനിക്ക് കിട്ടണം, അല്ലാണ്ട് അടുത്ത വർഷം കിട്ടണം, അതിൻ്റെ അടുത്ത വർഷം കിട്ടാൻ അങ്ങനെ ചിന്തിക്കുകയല്ല. എഴുതുന്ന ആദ്യത്തെ പരീക്ഷ തന്നെ എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ച് തയ്യാറെടുക്കുന്നവർ എങ്ങനെ അത് ചിട്ടയായിട്ട് പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം അതിന് വേണ്ടി ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ സിലബസ് നോക്കിയാണ്. ഒരു പരീക്ഷയുടെ സിലബസ്, അത് ഏതൊക്കെ പോർഷൻസാണ് കവർ ചെയ്യുന്നത്, ഏതൊക്കെ ഇതിലൂടെയാണ് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നമുക്കൊരു ഐഡിയ കിട്ടാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഒരു സിലബസ് നോക്കിയാണ്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ HSC പരീക്ഷയാണ് ആദ്യം വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് HSCയുടെ സിലബസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സിലബസ് നമ്മൾ 2014 പബ്ലിഷ് ചെയ്തത്, 2015 നടന്ന എക്സാമിന് വേണ്ടി പബ്ലിഷ് ചെയ്ത ഒരു സിലബസാണ്. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പുതിയ സിലബസും വരും. അപ്പോൾ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ്, ചിലപ്പോൾ 1-2 ടോപ്പിക്കാണ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് സിലബസ് നോക്കാം. നമുക്ക് HSC ഹിന്ദിയുടെ സിലബസ് ഒന്ന് പരിചയപ്പെടാം. HSC ഹിന്ദിയുടെ സിലബസ് പരിചയപ്പെടുന്നതിന് മുമ്പ് നമ്മൾ PSC പരീക്ഷയ്ക്ക് 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണുള്ളത്. 100 മാർക്കിൽ 20 GKയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ബാക്കി 18 ഹിന്ദി സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ സിലബസിൽ തന്നെ 2 പോർഷനായിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ തിരിച്ചിട്ടാണ് വച്ചിരിക്കുന്നത്. അതിനകത്ത് പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എയിലെ ഫസ്റ്റ് മൊഡ്യൂൾ 1 റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട നവോത്ഥാനവും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അത് കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ പ്രവർത്തനങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടും. മൊഡ്യൂൾ 2 ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. മൊഡ്യൂൾ 3 നമ്മുടെ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ജനറൽ ടോപ്പിക്സ്, ക്ലാസ്സിൻ്റെ ഇതും സൈക്കോളജി, അങ്ങനത്തെ കുറേ ടോപ്പിക്സ് ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയെല്ലാം അതിനകത്ത് പെടും. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത്, കരിക്കുലം, ഇൻസ്ട്രക്ഷൻ റിസോഴ്സസ്, അസസ്മെൻറ്റ്,
ടീച്ചേഴ്സ്, ക്വാളിറ്റീസ്, അങ്ങനെ എല്ലാം അതിനകത്ത് ഉൾപ്പെടും. ഇനി പാർട്ട് ബിയിലാണ് നമ്മളുടെ ഹിന്ദി സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പോർഷൻസ് തുടങ്ങുന്നത്. അതിൻ്റെ മൊഡ്യൂൾ 1 ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലിറ്ററേച്ചർ. അപ്പോൾ ഹിന്ദി ലിറ്ററേച്ചറിൻ്റെ ചരിത്രത്തെക്കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ചരിത്രം മുഴുവനുണ്ട് അതിനകത്ത്. ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവിയൽ പീരീഡ്, ആദ്യകാലം അതിനു മുമ്പുള്ള ഭാഗങ്ങളും ഇതിനകത്ത് പെടും. പിന്നെ മിഡീവിയൽ, മധ്യകാല ഇന്ത്യയിൽ ആ സമയത്ത് ഭക്തികാലം, അതൊക്കെ അതിനകത്ത് പെടും. രാസു ആൻഡ് ലൗകിക് സാഹിത്യം. നെക്സ്റ്റ് ഭക്തി മൂവ്മെൻറ്റിൽ കബീർദാസ്, സൂർദാസ്, തുളസീദാസ്, ഔർ ജായ്സി, ഒരു 4 കവികളുടെ പേരാണ് മെൻഷൻ ചെയ്യണമെങ്കിലും ഇവർ 4 പേര് മാത്രമല്ല ചോദിക്കുകയുള്ളൂ. അത് കൂടുതലായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള രചനകളും അവരുടെ കവികളെക്കുറിച്ചും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് രീതി പീരീഡിൽ കേശവദാസ്, ബിഹാരി, ഘനാനന്ദ് ആൻഡ് ഭൂഷൺ. കേശവദാസ്, ബിഹാരി, ഘനാനന്ദ് ആൻഡ് ഭൂഷൺ. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഈ കവികളെക്കുറിച്ച് മാത്രമല്ല, അവരുടെ രചനകൾ മാത്രമല്ല, അന്ന് നടന്ന പ്രധാന പ്രവൃത്തികളും വേറെ പ്രശസ്തമായ രചനകളുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ നോക്കണം. മൊഡ്യൂൾ 2 ഡെവലപ്മെൻറ്റ് ഓഫ് ഹിന്ദി ലിറ്ററേച്ചർ ഇൻ റിനൈസൻസ് പീരീഡ്. അപ്പോൾ ഹിന്ദിയിൽ റിനൈസൻസ്, നവോത്ഥാനം നടന്ന സമയത്ത് ഉള്ള ലിറ്ററേച്ചറിനെ കുറിച്ചാണ് ഒരു പോർഷൻ തന്നിരിക്കുന്നത്. അതിനകത്ത് ഭാരതേന്ദു ആൻഡ് ദ്വിവേദി പീരീഡ്, ആ പീരീഡിലെ പ്രശസ്തരായ എഴുത്തുകാരെ എല്ലാം നോക്കണം. പിന്നെ ഭാരതേന്ദു ഹരിശ്ചന്ദ്, മഹാവീർ പ്രസാദ് ദ്വിവേദി, മൈഥിലി ശരൺ ഗുപ്ത, ജയശങ്കർ പ്രസാദ് ആൻഡ് പ്രേംചന്ദ്. മൊഡ്യൂൾ 3 വരുന്നത് മോഡേൺ ആൻഡ് കണ്ടംപററി ലിറ്റററി ട്രെൻഡ്സ് അപ് ടു 2000. അപ്പോൾ സമകാലീനമായിട്ട് 2000s വരെ എന്ന് പറഞ്ഞാലും പുതിയതായിട്ട് കിട്ടിയ അവാർഡുകളൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ 2000 കഴിഞ്ഞ് കിട്ടിയ അവാർഡെല്ലാം ചിലപ്പോൾ ചോദിക്കാൻ വഴിയുണ്ട്. 2000 എന്ന് പറഞ്ഞാലും അപ്പോൾ സമകാലികമായ കാര്യങ്ങൾ, ഛായാവാദ്, പ്രഗതിവാദ്, പ്രയോഗവാദ്, നയി കവിത, സമകാലീൻ കവിത, സ്വാതന്ത്ര്യോത്തർ ഹിന്ദി ഉപന്യാസ്, കഹാനി, നാടക് ആൻഡ് ആലോചന. നെക്സ്റ്റ് ലാംഗ്വേജ് ലിറ്ററേച്ചർ ഇൻ കേരള. അത് പ്രീ ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡ് ഉണ്ട്. അതായത് നമ്മുടെ കേരളത്തിലെ എഴുത്തുകാർ ഹിന്ദി എഴുതി ഹിന്ദി ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എഴുത്തുകാരും ആലോചകരും അവരെല്ലാവരും ഇതിനകത്ത് പെടും. ഇനി മൊഡ്യൂൾ 4 ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലിറ്ററേച്ചർ, നമ്മുടെ ഹിന്ദി ലിറ്ററേച്ചറിൻ്റെ ഒറിജിനും ഡെവലപ്മെൻറ്റും പിന്നെ ഭാരോപ്യ പരിവാറെല്ലാം അതിനകത്ത് പെടും. ഭാഷാ പരിവാർ, ഭാരതീയ ആര്യഭാഷയും, ഹിന്ദിക്ക് ബോലിയ, ദേവനാഗരി ലിപി, ബോലി എന്നൊക്കെ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. മൊഡ്യൂൾ 5 ഗ്രാമർ ആൻഡ് ലിംഗ്വിസ്റ്റിക്, അതിനകത്ത് സംഖ്യ, സർവനാമ, വിശേഷൺ, ക്രിയ, വാച്യ, ധ്വനി, രൂപ്, വാക്യം, ശബ്ദ, അർത്ഥം, അങ്ങനെയെല്ലാം എല്ലാം വരുന്നുണ്ട്. മൊഡ്യൂൾ 6 ലിറ്റററി തോട്ട്സ് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ. അപ്പോൾ കാവ്യഭേദ്, അതായത് കാവ്യസമ്പ്രദായ, രാസ്, അലങ്കാര, രീതി, ധ്വനി, വക്രോക്തി ആൻഡ് ഔചിത്യ, സമ്പ്രദായങ്ങൾ, അതായത് ഇന്ത്യയിലെ മാത്രമല്ല പാശ്ചാത്യ സമ്പ്രദായങ്ങളും എല്ലാം അതിനകത്ത് പെടുന്നു. ശബ്ദശക്തി, അലങ്കാര, അനുപ്രാസ്, ഉപമ, ഉത്പ്രേക്ഷ, രൂപക്, ശ്ലേഷ ആൻഡ് യമക്. പിന്നെ ചന്ദ്, ദോഹ, ചൗപ്പായി, സോട്ട, ഇന്ദ്രവജ്ര ആൻഡ് മാലിനി, അങ്ങനെ ചന്തുകളെല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നു. നെക്സ്റ്റ് മൊഡ്യൂൾ 7 ഫങ്ഷണൽ ഹിന്ദി ആൻഡ് ജേർണലിസം. അപ്പോൾ ഹിന്ദിയിൽ ഒരുപാട് പത്രങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പത്രാധിപരാരാണ്, പത്രമേയാരാണ്, ചിലപ്പോൾ പ്രശസ്തരായ എഴുത്തുകാർ, അവരുടെ പത്രം ഏതാണ്, അങ്ങനെയൊക്കെ എപ്പോഴും ചോദിച്ച് കാണുന്നുണ്ട്. ഫങ്ഷണൽ ഹിന്ദിയായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടുതൽ ചോദിച്ച് കാണുന്നത് വാക്കുകളാണ്. ഇന്ന വാക്കുകളുടെ ഹിന്ദി ശബ്ദം എന്നാണ്, അല്ലെങ്കിൽ ഹിന്ദി ശബ്ദത്തിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണ്, അങ്ങനെ ചോദിച്ച് കാണുന്നുണ്ട്. പിന്നെ രാഷ്ട്രഭാഷ, അതിനകത്തൊരു പ്രധാനമായിട്ടും ചോദിക്കുന്നത് രാഷ്ട്രഭാഷയിൽ ആർട്ടിക്കിൾസ് ഹിന്ദിയുമായി ബന്ധപ്പെട്ട 343 മുതലുള്ള ആർട്ടിക്കിൾസ് ചോദിക്കുന്നുണ്ട്. സമ്പർക്ക ഭാഷയും സഞ്ചാർ ഭാഷയും ചോദിക്കുന്നുണ്ട്. അടുത്തത് മൊഡ്യൂൾ 8 അതിനകത്ത് മെത്തഡോളജി ഇൻ ടീച്ചിങ് ഹിന്ദി. അത് നമ്മൾ BEdന് ഹിന്ദി സബ്ജക്റ്റിൻ്റെ ഉള്ളിൽ പഠിക്കുന്ന മെത്തഡോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം ചോദിക്കുന്നുണ്ട്. ലിംഗ്വിസം ഇൻ ഇന്ത്യ, അങ്ങനെയെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിലബസിനെ കുറിച്ച് നമ്മൾ ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും വന്നു എന്ന് തോന്നുന്നു.
അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാക്കി കാണാം. അപ്പോൾ മറക്കാതെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ. ധന്യവാദം.